and welcome to Dilse Nights with me, Shanu Suresh, on 90.8 Dilse FM. Lots of music, lots of masti, or dates, Sara, Gupshup. All of us want to visit a country called Australia at some point in our lives. Like, how many of you love traveling? Angane Australia has been on your list for sure if you haven't already been there for different reasons. You know, when I went to Australia, what I really found exciting was that, നമ്മൾ ഏതെങ്കിലും ഒരു ഫോർമൽ ഇവൻറ്റ്, ഞാൻ അവിടെ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോർമൽ ഇവൻറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് തിങ്, അതായത് സ്കൂളിലാണെങ്കിലും ഓൺ സ്റ്റേജ് ആണെങ്കിലും, ഇൻഫാക്ട് ഈവൻ ഒരു ടൂർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും എവ്രിബഡി വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് എ പ്രെയർ. ഇറ്റ്സ് നോട്ട് ഇവൻ ലൈക്ക് എ പ്രെയർ, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ മെസ്സേജ്, formally telling people this is in respect, or we respect all the indigenous communities of Australia, past, present and the future. So basically the entire Australia used to, of course, belong to the indigenous community over there, right? And even today they respect the fact, and of course it is their land, and people have just sort of made it into a town or a city. And that's the beauty about being in Australia, that how diverse yet accommodative people are. If you really go and visit some of the indigenous tribes in Australia, like chela villages area lokku poi kanyal, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ, അതായത് ചില റിമോട്ട് വില്ലേജസിൽ ആൾക്കാർ ജീവിക്കുന്ന അതേ സെയിം ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈലാണ്. അതായത് ഞാൻ ഒരു ടൂറിന് വേണ്ടി പോയിരുന്നു ടു ചെക്ക് ഔട്ട് വൺ ഓഫ് ദി ഇൻഡിജിനിയസ് ട്രൈബ്സ് ഇൻ ഓസ്ട്രേലിയ. ആൻഡ് ആ സമയത്ത് നമ്മളെല്ലാവരും കൂടെ ഒരു ഫയർ സോർട്ട് ഓഫ് ഒരു സെറിമോണി ഉണ്ടായിരുന്നു. ബേസിക്കലി ഈ ഫയർ സെറിമോണിയിലൂടെയാണ് അവരെല്ലാം ക്ലെൻസിങ്, എല്ലാ റിച്വൽസ് ഒക്കെ നടത്തുന്നത്, ക്വൈറ്റ് സിമിലർ ടു ഇന്ത്യൻസ് ആസ് വി ഹാവ്. ആൻഡ് ആ ഇൻഡിജിനിയസ് ട്രൈബിൻ്റെ ഒരു മോൻ എനിക്ക് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഹേർബ് എൻ്റെ കൈ കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് അത് റബ്ബ് ചെയ്തിട്ട് എന്ത് സ്മെല്ലാണ് റിമൈൻഡ് ചെയ്യണമെന്ന് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു. സോ ബേസിക്കലി ഞാനിങ്ങനെ ആലോചിച്ചു, എന്നിട്ട് എന്താ വന്നെന്നറിയോ? ബേസിക്കലി അതൊരു ബാമിൻ്റെ സ്മെല്ലായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ വോളിനി എല്ലാം യൂസ് ചെയ്യുന്നത് അവർക്ക് അതിൻ്റെതായ ചെടി ഓൾറെഡി ഉണ്ട്, എ നാച്ചുറൽ ഫോം ഓഫ് ബാമിങ്. ആൻഡ് ഓൾസോ ദർ ആർ സോ മെനി തിങ്സ് ദാറ്റ് ദേ ഡു. ദേ ഹാവ് ദർ നാച്ചുറൽ മസ്കിറ്റോ റിപ്പല്ലൻസ്, അങ്ങനെ എവറിത്തിങ് ഫൗണ്ട് ഇൻ നേച്ചർ. ബട്ട് when you talk about indigenous tribes, അവരൊരു കാര്യം ചെയ്തിരുന്നു almost 10,000 years ago, and that was the use of a boomerang. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരു ബൂമറാങ് ഫീച്ചർ അല്ല, we are talking about the actual boomerang. So ഈ ബൂമറാങ്ങിനെ കുറിച്ച് there are two kinds of boomerangs. One that returns when you send it, and the other one that doesn't return when you send it. The one that doesn't return when you send it was usually mainly used for hunting, അല്ലെങ്കിൽ ഹണ്ടിങ് ആനിമൽസ് ഫോർ ദിയർ സോഴ്സ് ഓഫ് ഫുഡ് ബൈ ദി അബോറിജിൻസ് ഓർ ദി ഇൻഡിജിനിയസ് ട്രൈബ് ഓഫ് ഓസ്ട്രേലിയ. സോ ഈ ഒരു ബൂമറാങ്കും ഒരു ഫ്ലൈറ്റും തമ്മിൽ എന്താ സിമിലാരിറ്റി നിങ്ങൾക്കറിയോ? വെൽ, തിങ്ക് അബൌട്ട് ഇറ്റ്. ഇസ് ദർ റിയലി എ സിമിലാരിറ്റി, ഓർ ആർ ദേ ബോത്ത് വെരി ഡിഫറെൻറ്റ്? സോ ബേസിക്കലി ഒരു ഫ്ലൈറ്റിൻ്റെ ടെയിൽ വിങ്, റൈറ്റ്? സോ ആ വിങ് ആണ് ബേസിക്കലി ഒരു ഇറ്റ് മെന്യൂവേഴ്സ് ദ ഫ്ലൈറ്റ്. ലെഫ്റ്റ് പോകണോ, റൈറ്റ് പോകണോ, മേളിൽ പോകണോ, താഴെ പോകണോ? സോ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ മെന്യൂവറിങ് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ ബൂമറാങ്. ആൻഡ് ഫ്ലൈറ്റ് ഫസ്റ്റ് ആദ്യത്തെ ഫ്ലൈറ്റ് പോയത് നമുക്കറിയാൻ പറ്റുന്ന പോലെ 1906 സോ 1906 of course scientists, did they really draw a similarity from the flight of a boomerang? Did they get inspired of it? Perhaps. പക്ഷേ എങ്ങനെയാണ് ഒരു ബൂമറാങ് പോകുന്നത് ഒരു സയൻറ്റിസ്റ്റിന് അന്ന് കാലത്ത് അവർക്ക് അറിയില്ലായിരുന്നു. A lot of people kept wondering how does actually a boomerang go and come back? How does a boomerang fly? But around 50 years ago they actually realized that it's the particular shape of the boomerang that's able to cut wind and bring or propel it back, which is similar to that of a flight or an aircraft's use. How many of you have actually seen a boomerang in person? How many of you love to collect it? A lot of people, ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കാണാം, പക്ഷേ പണ്ട് കാലങ്ങളിൽ it was such a cute feature or such an important feature for survival, because that is how they used to train or hunt, as we know. Which other topic should we cover next? Let us know in the comments below. This is Shanu Suresh bringing you Dilse Nights on 90.8 Dilse FM. Dilse Night. ഒരു കുഞ്ഞു വിളക്ക് തെളിയാൻ പോവാണ്. ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ വെളിച്ചം പകരുന്ന ഒരു കുഞ്ഞു വിളക്ക്. ഈ കഥ ഞങ്ങൾ പറയുന്നതല്ല, കഥ പറയാൻ രണ്ടുപേരും ഞങ്ങളോടൊപ്പം ഉണ്ട്. മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് എന്ന പ്രദേശത്തെ ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്. വിളക്ക് എന്ന് പറയുന്ന ഒരു കുട്ടികളടങ്ങുന്ന ഡിസേബിൾഡ് ആയിട്ട് കുറച്ച് കുട്ടികളുടെ 22ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു ചെറിയ സ്കൂൾ. അവിടുത്തെ കുട്ടികൾ അന്ന് ഞങ്ങളോടൊരു ആഗ്രഹം പറഞ്ഞു. ബുർജ് ഖലീഫയും ബുർജുൽ അറബൊക്കെ നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആളുടെ സ്വപ്ന ഭൂമിയായ ദുബായ് കാണുന്ന ആ കുട്ടികളെ ഞങ്ങളോടൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ശരിക്കും എന്നെയും പപ്പനെയും സംബന്ധിച്ച് 1-2 കുട്ടികളൊക്കെ കൊണ്ടുവരാമെന്നുള്ള അങ്ങനെ ഞങ്ങൾ ആ ആഗ്രഹം ആദ്യമായിട്ട് പറയുന്നത്
തങ്ങളോടാണ്. തങ്ങൾ നാദാപുരത്തെ നമ്മുടെ ഹാഷിം തങ്ങളോടാണ്. തങ്ങൾ അതുപോലെ തന്നെ KP ഗ്രൂപ്പിൻ്റെ KP, അതുപോലെ തന്നെ ഇവിടെ ഷമീൽക്ക അതുപോലെ തന്നെ യാസർ. ഞങ്ങൾ 23-ാം തീയതി ഞങ്ങളെല്ലാവരും നാട്ടിൽ പോയിട്ട് 24-ാം തീയതി മലപ്പുറം മക്കരപ്പറമ്പ് സ്കൂളിൽ വെച്ചിട്ട് ഒരു ഫ്ലാഗ് ഓഫ് ഡേ വെച്ചിട്ടുണ്ട്. ഈ കുട്ടികളെ യാത്രയാക്കുന്ന ഒരു പ്രോഗ്രാം. അത് കഴിഞ്ഞ് 25-ാം തീയതി രാത്രി ഷാർജയിലാണ് എയർ അറേബ്യയിൽ കുട്ടികൾ വന്നിറങ്ങാം. അവരുടെ ഒരു ആഗ്രഹങ്ങൾക്ക്, അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വെക്കുകയാണ്. അവരോടൊപ്പം ദുബായിലെ എല്ലാ പ്രദേശങ്ങളും, സാധാരണ ഒരാൾ ദുബായ് കാണാൻ വരുന്ന പോലെ ഡെസേർട്ട് ഡ്രൈവ്, ഡോൾ ക്രൂസ്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ കുട്ടികളെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പ്രതീക്ഷകൾ സഫലമാവട്ടെ, അവരുടെ കണ്ണുകളിൽ അത്ഭുതത്തിൻ്റെ പൂത്തിരികൾ വിരിയട്ടെ, വിളക്ക് പ്രകാശം ചൊരിയട്ടെ. നന്ദി. മുൻതിർ ആൻഡ് റിയാസ് പാപ്പൻ. ഇപ്പോൾ 15 വർഷത്തിൽ ഒരു 50,000 ആളുകൾക്ക് ലൈസൻസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. 50,000 ആളുകൾക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇപ്പം നിലവിൽ 2,500 ഓഫീസ് എൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ 2,500 ഓഫീസ്, സസ്റ്റൈനബിലിറ്റി ഡെസ്കുകൾ, അങ്ങനെ എല്ലാം കൂടി ഞങ്ങൾക്ക് 6 ബ്രാഞ്ച് ഉണ്ട്. ഇപ്പോൾ ഈ 6 ബ്രാഞ്ചിലും കൂടെ 2,500 ഓഫീസ് ഉണ്ട്. ഞങ്ങൾ UAE ഏറ്റവും വലിയ ബിസിനസ് സെൻ്ററാണ്. ലാർജസ്റ്റ് ബിസിനസ് സെൻ്റർ UAE. അതിൽ ഇനിയിപ്പോൾ ആർക്കും കവിച്ചു വെക്കാൻ കാരണം 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റാണത്. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങൾ കറാമയിൽ ബാർ ദുബൈയിലുള്ളത്. അപ്പോൾ 2,500 കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ മാത്രം മുന്നോട്ട് വരണം എന്നുള്ളതല്ല. എൻ്റെ കൂടെ ഒരുപാട് ലൈസൻസ് തുടങ്ങിയ ആളുകൾക്കൊക്കെ വിജയം വരട്ടെ. അത് ഉണ്ടായിട്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ നമ്മളെ സ്റ്റാഫിനൊക്കെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന്, ഒരു വിഷമിച്ചൊരാൾ വരുമ്പോൾ നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ലൈസൻസ് ആഗ്രഹമുണ്ട് ബിസിനസ് തുടങ്ങണമെന്ന്, പക്ഷെ എന്നാൽ അവർക്ക് കാശില്ല. അപ്പോൾ അവർക്ക് എന്ത് ഹെൽപ്പ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, അവർക്ക് ചെറിയൊരു പൈസ കൊണ്ട് ലൈസൻസ്, അവർക്കൊരു വിസ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മളെ മനസ്സിനൊരു സമാധാനം കിട്ടും. അങ്ങനെ ഞാൻ നമ്മളെ സ്റ്റാഫിനോടൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം 100ഓളം സ്റ്റാഫ് ഉണ്ട് കേട്ടോ. 100ഓളം സ്റ്റാഫ് ഉണ്ട്. അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായിട്ടാണ് പോണത്. Have you ever been in a relationship with someone who have shown inconsistent feelings with you? Adayida, they would probably meet you and make last minute plans with you, but otherwise they seem unavailable. You know why? That's probably because they have somebody else on the side who they have their primary eyes on. And when that person is not showing any interest in you is when they direct their attention towards you. Well, my friends, if you've experienced this, it's known as cookie jarring. So the next time you experience this, make sure you voice out and tell them and speak to them honestly, setting your expectations right, that you demand the respect and the attention that you deserve and not where they plan to take you. Aspiring artists in a past life, one of the challenges that I thought I faced the most was finding like-minded people and a space to bounce ideas off and collaborate with people. And I feel like what I've lacked in that past life is what I want to create for artists on this platform that I like to call the Dilse Mix. യെസ്, ദിൽസെ മിക്സ് പിക്സ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഈ സെഗ്മെന്റിലൂടെ നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ ശബ്ദവും UAE മൊത്തം കേൾപ്പിക്കുക മാത്രമല്ല, നിങ്ങളെപ്പോലുള്ള മറ്റ് കഴിവുള്ള ആർട്ടിസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു കൊളാബറേഷൻ പ്ലാറ്റ്ഫോം കൂടിയാണിത്. സോ സെൻഡ് us your work at +971 5458 1908 or on the Dilse FM Instagram pages, or maybe our personal Instagram pages as well, which will be linked down below. So നിങ്ങളുടെ പാട്ടുകളും ഇനി on air album. ദുബായ് ശരിക്കും പറഞ്ഞാൽ ഇനി കാണാൻ പോകുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ആയിരിക്കും കേട്ടോ. ഡെഫിനറ്റ്ലി സോളാർ റെയിൽ ബസ് ആണ് വരാൻ പോകുന്നത്. അതിന് കൂടി വേറൊരു സാധനം കൂടെ ഉണ്ടല്ലോ, ഫ്ലോക്ക് ഡ്യൂർ റെയിൽ. ഇതില് സോളാർ റെയിൽ ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാണുന്ന നമ്മുടെ മെട്രോ ഒക്കെ ഇല്ലേ, ആ മെട്രോ തിങ്ങിൽ നമ്മൾ ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സോളാർ എനർജിയിൽ പറക്കും അങ്ങോട്ട്. അടിപൊളി. അതായത് ഫ്യൂച്ചറിസ്റ്റിക് സംഭവം മാത്രമല്ല, പ്രിസർവിംഗ് എനർജി, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പുതിയൊരു ടെക്നോളജിയാണ് ദുബായ് കൊണ്ടുവരുന്നത്. ആൻഡ് ഇത് മാത്രമല്ല, നഗരത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ക്യാപ്സൂൾ ഷേപ്പിലുള്ള പോഡുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാണ്, നൈസ് ആയിരിക്കും അല്ലേ? ഇതേപോലത്തെ പോഡുകൾ കൂടി വരുന്നുണ്ട്. അതാണ് ഫ്ലോക്ക് ഡ്യുവോ റെയിൽ. ഈ 2 സംവിധാനങ്ങൾ RTA നേതൃത്വത്തിൽ വരുന്നതായിരിക്കും. 90.8 Dilse FM.